പെട്ടി കൊണ്ടങ്ങനെയാണ്. എന്നതാ പെട്ടി? വാഗ്ദാന വേണം. അതിൻ്റെ അകത്ത് ദൈവമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യ, കൽപ്പലകകള്, അഹ്റോന്റെ തളിർത്ത വടി, 2 കഷ്ണം മഞ്ഞ, അതും ചുമന്നുകൊണ്ടാ ലേവി പുരോഹിതന്മാര് മുമ്പിൽ നടക്കണേ. പുരോഹിതന്മാര് ജോർദാന്റെ വെള്ളത്തിലേക്ക് കാല് വെച്ചപ്പോ കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന ജോർദാൻ മതില് പോലെ നിന്നെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോർദാൻ ആ സെക്കൻഡിൽ നിന്നു. ജോഷുവ പറഞ്ഞു പുരോഹിതന്മാരോട്, നടുക്കിലേക്ക് ഇറങ്ങി ആ നടുഭാഗം കണ്ടങ്ങ് നിന്ന. ലേവി പുരോഹിതന്മാര് വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് ജോർദാന്റെ നടുവിൽ നിലയുറപ്പിച്ചു. ജോഷുവ ജനത്തോട് പറഞ്ഞു, എല്ലാവരും അക്കരെ. എല്ലാവരും അക്കരെ കടന്നു കഴിഞ്ഞപ്പോ ജോഷുവ പറഞ്ഞു, എന്റെ പിന്നാലെ വരാൻ ലേവി പുരോഹിതന്മാരോട്. അവരും അക്കരെ കടന്നു കഴിഞ്ഞപ്പോ ജോർദാൻ വീണ്ടും ഒഴുകാൻ തുടങ്ങി. ജോഷുവയെ ബലപ്പെടുത്തിയത് എന്നതാ? അവന്റെ കുട്ടിക്കാലത്ത് അവനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. എന്റെ പിതാക്കന്മാരുടെ ദൈവം, എന്റെ കാർന്നവന്മാരുടെ ദൈവം ചെങ്കടല് മുറിച്ചവനാ. ആ ദൈവം എന്റെ കൂടെ ഉള്ളപ്പോ ഒരു ജോർദാൻ മുറിക്കാനാ എനിക്ക് ബുദ്ധിമുട്ട്. അപ്പൻ ഇഷ്ടിക ചുമക്കണം, അമ്മ മണലിക്കണം, എല്ലാവരും കൂടി ദൈവത്തിന്റെ ആലയം പണിയണം. എന്തായാലും ഈ പരിസരത്ത് ഇത്രയും വലിയ വീട് ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്രയും പൊക്കവും വണ്ണമൊക്കെയുള്ളൊരു വീട് തലമുറകള് പിന്നീട് ഓർക്കും. അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ഒരു കൊച്ചു വേദന, കഷ്ടപ്പാട് വരുമ്പോ എന്താ അവർ ഓർക്കാന്നറിയോ? എന്റെ കാരണവന്മാര് ദൈവത്തിന്റെ കൂടെ അധ്വാനിച്ച് ഇത്രയും ബൃഹത്തായ ഒരു ദേവാലയം പണിതു. ഒരു കുഞ്ഞു പെരവണിയാൻ എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത്ര വലുത് ചെയ്യാൻ എന്റെ പൂർവികരെ ദൈവം അനുവദിച്ചു എങ്കിൽ, ആ ദൈവം ഇന്നും എന്റെ കൂടെ ജീവിക്കുന്നവനാണ് എങ്കിൽ എന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഈ അവബോധം വളരെ കാര്യമായിട്ടെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവം അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കർത്താവാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയുടെ മുമ്പിൽ ദൈവം എപ്പോഴും തന്നെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ നിന്റെ പൂർവ്വ പിതാക്കന്മാരുടെ ദൈവം, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും തമ്പുരാൻ. അത് കേട്ടിട്ടില്ലേ? സുറിയാനി കുർബാനയില് അതിന്റെ ഇടയ്ക്ക് പറയണത് അത്, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. എന്തു പറയും നിങ്ങള്? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. അങ്ങനെ പ്രാർത്ഥന. അവിടെ മാത്രമല്ല, വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല, കൂദാശകളുടെ പ്രധാനപ്പെട്ട കൂദാശകളിലൊക്കെ ഈ പ്രാർത്ഥനയുണ്ട്. വിവാഹം എന്ന കൂദാശ, തിരുപ്പട്ടദാന ശുശ്രൂഷ, പരിശുദ്ധാത്മ കൂദാശ, സൈരലേപനം, ഇതിലെല്ലാം ഇതുണ്ട്. അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. കല്യാണം കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ആ തട്ട്, വികാരിയച്ഛൻ തട്ടി, അല്ലേ? അച്ഛൻ ചോദിക്കില്ലേ ഇപ്പൊ ചെറുക്കനോടും പെണ്ണിനോടും, മോനെ ഈ നിൽക്കണ സാധനത്തിനെ ഏറ്റേക്കാവാ. അപ്പൊ അവൻ പറയും, വച്ചോ, വേറെ ഗതിയൊന്നുമില്ല, ഇനിപ്പെന്ത് ചെയ്യാം, ആയിക്കോട്ടെ ഞാൻ ഏറ്റു. അപ്പച്ചൻ അവളോട് പറയും, മോളെ ടെൻഷനുണ്ടാ,
ഈ മുതലിനെ കെട്ടാൻ. അവള് പറയും വണ്ണോടത്ത് വെച്ച് കാണാച്ച. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും 2 പൊട്ടന്മാര് സാക്ഷികൾ. അവരോട് ചോദിച്ചു, നിങ്ങളിത് കേട്ടായി പറഞ്ഞത് 2 എണ്ണം? അവര് കേട്ടാലും കേട്ടില്ലെങ്കിലും പറയും കേട്ടു. കാരണം എങ്ങനെയെങ്കിലും കുത്തി കയറട്ടെ എന്നാണ് ആ നേരത്തെ ചിന്ത. എന്നിട്ടാണല്ലോ ഒരു ഉരുള ബിരിയാണി ഒന്ന് വീട്ടിൽ പോകാൻ. ഇത് എങ്ങനെയെങ്കിലും കയറട്ടെ എന്നുള്ള മട്ടിലാണ് അവര് പറയും കേട്ടു. വിചാരിച്ചെന്താ പറയും, ഷെയ്ക്കാൻഡ് കൊടുക്കും അല്ലേ? അപ്പൊ ചിലര് ഷെയ്ക്കാൻഡ് കൊടുക്കും. ഷെയ്ക്കാൻഡ് ചിലര് ഇങ്ങനെ തൊട്ടുമുത്തണ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കല്യാണത്തിന്റെ ഇടയ്ക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറയും. ചിലരൊക്കെ എന്തൊക്കെ കാണിക്കുന്ന അറിയാമോ? കേട്ടില്ലേ? ഞാൻ പണ്ടിൽ അങ്കമാലിയില് കല്യാണം ആശീർവദിച്ചപ്പോ ഒരു അനുഭവം എനിക്കുണ്ട്. ഞാൻ പറയാറുണ്ട് കേട്ടല്ലോ, പണ്ടൊക്കെ അച്ഛന്മാരുടെ പണിയാണ്, കൊച്ചച്ഛന്മാരുടെ പണിയാണ് ഈ സ്പെഷ്യല് കല്യാണങ്ങൾ കെട്ടിക്കല്. സ്റ്റാൻഡേർഡ് ഉള്ളതൊക്കെ വികാരിച്ചും കെട്ടിക്കും. അങ്ങനെയാണ് വികാരിച്ച് എന്തിനാണ് വമ്പസാരം വികാരിക്ക് കുംഭസാരം അത്യന്തിക്കുന്നതാണ്. വൻപസാരം വലിയ പീറ്റ വികാരിയത്തിന് കുംഭസാരം അത്യന്തിക്കും. കുറെ ഉണ്ടങ്ങനെ 2-3 എണ്ണം ഉണ്ട്, ഞാൻ മറന്നുപോയി. പണ്ട് എന്റെ വികാരിച്ചും പറയും, ശവം ഞാൻ എടുത്ത് നിന്റെ തലയെ വെച്ച് തരും, നീ ചുവന്നോളണം, ഇവിടെ വരുമ്പോ ഞാൻ പിടിച്ചോളാം. അപ്പൊ ശവം എടുക്കുമ്പോ അച്ഛനവിടെ ഉണ്ടാവും, വികാരിച്ചിട്ടുണ്ടാവും. അപ്പൊ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മുടിയൊക്കെ വെച്ച് ഒന്ന് പൊക്കിക്കോ എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ തല പിടിച്ചു കൊടുക്കണം, നമ്മുടെ തലയിലേക്ക് വെക്കും. എന്നിട്ട് നമ്മൾ പള്ളിയിൽ വന്നു കഴിയുമ്പോൾ അവിടെ വികാരിച്ചിട്ടുണ്ടാവും, നീ പൊക്കോ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചുമക്കൽ എന്റെ പണി, ഇടുക്കലും അടക്കലും അച്ഛന്റെ പണി. എന്താ പറയുക. അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന് വികാരിച്ചൻ പറഞ്ഞു, ഇത് സ്പെഷ്യൽ കല്യാണം, നീ കെട്ടിച്ചോ എന്ന് പറഞ്ഞു. എനിക്കത് എന്താന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ പട്ടം കെട്ടിയിട്ട് ആദ്യത്തെ കൊല്ല എന്ത് പറഞ്ഞാലും അനുസരിച്ചു. ആദ്യത്തെ കാലമാണല്ലോ, ഹണിമൂൺ, വല്ലാത്തൊരു സമയം അത്. അപ്പൊ വികാരിച്ചന് എന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം. കാരണം വികാരിച്ചന്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാ 50 വയസ്സാകുമ്പോഴേക്കും ഒരു വികാരി ആവാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അവിടെ കിടക്കുള്ളൂ, ജീവിതകാലം മുഴുവനും നിത്യാസ്തേന്തിയായിട്ട് അവശേഷിക്കും. അത് കാരണം എന്ത് വികാരിച്ചും പറഞ്ഞാൽ ആദ്യത്തെ കാലത്ത് റാൻ മൂളി സമ്മതം. അന്ന് ഞങ്ങളൊക്കെ അങ്ങനെയാണ്, വികാരിച്ചന്മാർക്ക് ആദ്യത്തെ ഒരു കൊല്ലൊക്കെ ചോറിനൊക്കെ പാത്രം എടുത്തു വെച്ച് കൊടുക്കും. അച്ഛ തിന്നച്ച, എന്താ വേണ്ട അച്ഛാന്നൊക്കെ ചോദിക്കും. 2 കൊല്ലം കഴിയുമ്പോഴാണ് സ്വഭാവം മാറും, സൗരണ്യമായി തുടങ്ങി. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളുടെ കാര്യവും കെട്ടിച്ച് വന്ന ആദ്യത്തെ 2 ആഴ്ച എന്താ മേട്, അമ്മയുടെ കാല് തിരുമണോ, തലമുടി ചെയ്യണോ, ഫാൻ നോക്കണോ, എന്തൊക്കെ പരിപാടി. അത് കഴിയുമ്പോ പിന്നെ കൂർക്ക മേടിച്ച അമ്മ നന്നാക്കിയാൽ മതി, എനിക്ക് ഇരിക്കാൻ പാടില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ വികാരി അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കെട്ടിച്ചോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയുടെ ആൾക്കാരയിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ കല്യാണം ചെറുക്കനും പെണ്ണും ആഘോഷമായിട്ട് വരുന്നത്. ഓ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്റെ സപ്ത നാടി ആ നേരത്ത് തളർന്നു പോയി. ആ കാഴ്ച ഉണ്ട്. ഈ പെണ്ണിന് 6 അടി 2 ഇഞ്ചെങ്കിലും പൊക്കമുണ്ട്. അത്രയും വലിയ പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജീവിതം. പിന്നെ വല്ല വിമാനത്തിലൊക്കെ പോകുമ്പോ ചില എയർ ഹോസ്റ്റസിനെ കണ്ടിട്ടുണ്ട്, ഗോണിക്ക് പകരം അവര് വന്ന് നിൽക്കും. എന്തിനു വലിയ സ്ത്രീകളാണെന്നറിയാമോ. പിന്നെ അങ്ങനെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു ഒരു 6 അടി 2 ഇഞ്ചൊക്കെ പൊക്കമുള്ള ഒരു പെണ്ണ്. ചെറുക്കൻ സങ്കടം വരുന്നത് പറയുമ്പോ 4 അടി 3 ഇഞ്ചൊക്കെ ഉള്ളു, വെറുതെ ഒരച്ചിന്റെ താഴെ കിടക്കണം. പ്രേമിച്ചുള്ള കെട്ടലാണ്. ഞാൻ ഉള്ളൊരുക്കി ചോദിച്ചു, ഭർത്താവ് എന്റെ പൊന്നു പോലെ നീ എവിടെ നോക്കിയ, ഇവളുടെ മുഖം പോലും അവൻ മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത്രയും പൊക്കമുള്ളൂ. ഇത് എവിടെ നിക്കണേ. അതിങ്ങനെ 2 എണ്ണം ഇല്ല, എന്താ പറയാ, ഇല്ല സിനിമയില് അറബി ഒട്ടകത്തിനെയും കൊണ്ട് പോണോ, അല്ല ഇവന് ഇന്നേരം കല്യാണമാണ് അത്ര. പ്രേമവിവാഹം ഭയങ്കര സങ്കടം വന്നു. എന്റെ ടെൻഷൻ അതൊന്നുമല്ല, ഇതെങ്ങനെ കെട്ടും കഴിക്കും. നിങ്ങൾക്ക് ചിരി, അങ്ങനെ നമുക്കുള്ള ടെൻഷനാണെന്ന് ചെയ്താലല്ല. നമുക്ക് തോണിയൊന്നും വെച്ച് കയറി കെട്ടാൻ പറ്റില്ല, എറിഞ്ഞ് പിടിപ്പിക്കാൻ പറ്റുമോ, ഞൊക്കത്ത് കയറി ഒന്ന് കെട്ടാൻ പറ്റുമോ, ഇതൊന്നും ആവശ്യം. എങ്ങനെയെങ്കിലും കെട്ടണല്ല കർത്താവ്, ഇനി എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ നാണം കയറും. വികാരിക്കുന്ന അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കെട്ടാൻ നേരത്തെ ചില പെണ്ണുങ്ങളാണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നക്കാരാ. എന്നാള് കേരള ഹൈക്കോടതിയിൽ ഒരു പെണ്ണ് സാക്ഷി പറഞ്ഞതാണ്, ഞങ്ങൾ അച്ഛന്മാർക്ക് കിട്ടും, പക്ഷെ സൂചിച്ചോളട്ടോ.
അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ചതികളൊക്കെ ഇതിന്റെ ഇടയിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടത്, കേരള ഹൈക്കോടതിയില് ഒരു പെണ്ണ് സാക്ഷി പറഞ്ഞതാ, ഡൈവോഴ്സ്. അവള് പറഞ്ഞതാ, എന്നെ കെട്ടിയത് ഇയാളൊന്നുമല്ല, പള്ളിയിലെ അച്ഛനാണ്. വക്കീല് ചോദിച്ചു, അതെന്താ മോടെ അങ്ങനെ പറയണേ? എന്റെ പൊന്നു സാറേ, അച്ഛൻ താലി എടുത്ത് എന്റെ മുമ്പിൽ നിന്ന് പുറകിലേക്ക് വെക്കണത് ഞാൻ കണ്ടതാ. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞു. അത് കാരണം ഞാനിപ്പോ ഒരിക്കലും ഇങ്ങനെ കൊടുക്കില്ല, ഞാൻ സൈഡിൽ കൊടുക്കില്ല. എനിക്ക് പേടിയാ, നമ്മൾ സൂക്ഷിക്കണം. ഏതൊക്കെ ചതി ഏത് വഴിക്കാ വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വീഡിയോ പിടിക്കണവനെ നിന്നെ ഞാൻ കൊല്ലും. കളഞ്ഞോളൂട്ടാ, ഇതൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ആകെ പ്രശ്നം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെത്രാനാവാനുള്ള യോഗം എന്തായാലും ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോ ഈ പെണ്ണും ചെക്കലും വരവ്, ആഘോഷമായ വരവ്. ഞാൻ ഉള്ളുരിക്ക് പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു വഴി നീ എനിക്ക് പറഞ്ഞു തരണം, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കെട്ടണമല്ലോ. ഇങ്ങനെ രണ്ടെണ്ണം കൂടി വന്ന് എന്റെ ഉമറത്ത് നിന്നു. എനിക്ക് സങ്കടവും വേദനയും ഒക്കെ കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞേ എന്തെങ്കിലാവട്ടെ, കുർബാന അങ്ങോട്ട് തുടങ്ങി, പിതാവിനെ മുതിർന്നു, കൂതാശ അങ്ങോട്ട് വെച്ച്, കുർബാന മുതിർന്നൊക്കെ വെച്ച് കൂതാശ തുടങ്ങി. കല്യാണം കട്ടിക്കേണ്ട സമയമായി. ഞാൻ താലി എടുത്ത് കയ്യിൽ പിടിച്ചു. പരിശുദ്ധാത്മാവെ, എന്തു വഴി? ഞാൻ പറഞ്ഞു, എടി മുട്ടു. ആ നേരത്തെ പരിശുദ്ധാത്മാവ് തോന്നിച്ചതാ. ഈ ലാറ്റിൻ റൈറ്റിൽ അങ്ങനെയാണ് മുട്ടൂത്ത്. നിങ്ങളിവിടെ തൃശ്ശൂരുണ്ടാവും അല്ലെ? ഞങ്ങളുടെ എറണാകുളത്ത് ഞാൻ അതുവരെ കണ്ടിട്ടില്ല അങ്ങനെ മുട്ടൂത്തുന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ്, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അന്ന് ആത്മാവ് എന്നെ രക്ഷിച്ചതാ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞടി മുട്ടൂത്ത്. ഞാൻ നോക്കുമ്പോ എന്തില്ല, ഞാൻ ഇവളോടാ പറഞ്ഞ മുട്ടൂത്താൻ. നിങ്ങൾ ചിരിക്കില്ല പറഞ്ഞേ. ഞാൻ ഇവളോട് മുട്ടൂത്താനാ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഈ കോശവൻ അവൻ, ഞാൻ കണ്ട കാഴ്ചയാ. ഞാൻ നോക്കുമ്പോ ഇവൻ അവളെ തൊട്ടുമുട്ടുന്നു. ഓ, എന്ത് ഭയഭക്തി ബഹുമാനത്തോടെ, ഞാൻ എന്ത് സ്നേഹത്തോടെ അവനിങ്ങനെ തൊട്ടൊരു മുക്ക്. അതൊക്കെ ഇതിന്റെ കൈകോടുന്നത്. നിങ്ങൾക്ക് ചിരി, അന്ന് ചിരി അടക്കാൻ ഞാൻ പെട്ട പാടാം. കല്യാണത്തിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ രസമാണ്, സഹിക്കാൻ പറ്റില്ല. ചില നേരത്തൊക്കെ നല്ല തമാശയുണ്ട്. എന്തത് പറയാൻ കാരണം, ആ കല്യാണത്തിന്റെ ഇടയ്ക്ക് ഈ കൂതാശ പറയുമ്പോ ഇങ്ങനെയാണ്. അപ്പൊ കല്യാണത്തിന് ഇങ്ങനെ വന്ന് സമ്മതമാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോ വികാരിത്വം പറയും ഷെയ്ക്കാൻഡ് കൊടുക്കും. അപ്പോഴും ചിലരിങ്ങനെ കുളിക്കും, കൈയൊക്കെ കെട്ടി, എടാ പിടിച്ചോണ്ട് നിൽക്കണ കുറച്ചായിരുന്നു പറയും ആവശ്യം വരുമ്പോ. അപ്പൊ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചോണ്ടൊക്കെ നിൽക്കും. അപ്പൊ വികാരിയച്ഛന്റെ ആശീർവാദം എന്നാണെന്നറിയൂ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പറയാം, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആശീർവാദം അങ്ങോട്ട് കൊടുക്കും. പിന്നെ വികാരിയച്ഛൻ വെട്ടിയടിച്ച് പുറകിലേക്ക് വീണ് ചത്തുപോയാൽ കെട്ടിയത് കെട്ടിയതാ, മന്ത്രോടി അണിയിക്കാതിരിക്കേ, താലി കെട്ടാതിരിക്കേ, മോതിരം മാറാതിരിക്കേ, ഡസൻ മാറ്റർ. കല്യാണം കഴിഞ്ഞു. ഈ ഒരൊറ്റ ആശീർവാദത്തുമ്പോ ആണി അടിച്ചു. ഇനി ഒരു രക്ഷയില്ല. കല്യാണം അവസാനിച്ചു. വിവാഹം എന്ന കൂതാശ കഴിഞ്ഞെന്ന് പറയാ. ആ കൂതാശയുടെ അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാ? അബ്രാഹത്തിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇതൊക്കെ പറഞ്ഞെന്തിനാണെന്നറിയും, മനസ്സിലാക്കണം. ആരാ അബ്രാഹത്തിന്റെ ദൈവം? ആരാ ഇസഹാക്കിന്റെ ദൈവം? ആരാ യാക്കോബിന്റെ ദൈവം? ഒരു പാട്ടുണ്ട്, ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, പിന്നെ ഋതം ഇട്ട് തന്നാ മതി. ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതല്ല, ഏത് പാട്ടാ? അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതയാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, ചെല്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഭയപ്പെടില്ല, ചെല്ലും ഭയപ്പെടില്ല,
അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ, ഇടറുകില്ല ഞാൻ തളരുകില്ല. സർവശക്തനായവൻ എന്റെ ഇടയൻ, ഇടറുകില്ല ഞാൻ തളരുകില്ല. സർവശക്തനായവൻ എന്റെ ഇടയൻ. അബ്രാഹത്തിന്റെ ദൈവമാണ് എന്റെ ഇടയൻ, ഇസ്ഹാക്കിന്റെ ദൈവമാണ് എന്റെ ഇടയൻ, യാക്കോബിന്റെ ദൈവമാണ് എന്റെ ഇടയൻ. ആരാ അബ്രാഹത്തിന്റെ ദൈവം? അബ്രാഹത്തിന്റെ ദൈവമല്ല. അബ്രാഹത്തിന്റെ പ്രത്യേകത എന്നാ? വിശ്വാസം. വിശ്വാസത്തിന്റെ അടയാളമായിട്ട് അവനെന്താ ചെയ്തേ? സ്വന്തം മകനെ ബലിയർപ്പിച്ചു. എന്ന് വെച്ചാൽ ദൈവം അബ്രാഹത്തിനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമാരിയ? അബ്രാഹം പറഞ്ഞു, 100ാമത്തെ വയസ്സിൽ നീ എനിക്ക് തന്ന എന്റെ ചക്കര മോനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒടയമ്പരാൻ പറഞ്ഞു, അതിനിങ്ങോട്ട് വയ്ക്കും. പറഞ്ഞത് ശരിയായി പോയി. വേറെ എന്തെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല. അബ്രാഹം സത്യസന്ധമായിട്ട് പറഞ്ഞു, നീ എനിക്ക് തന്ന മോനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ദൈവം പറഞ്ഞു, എനിക്ക് അവനെ ബലിയർപ്പിക്കണം. അബ്രാഹം എന്ത് ചെയ്തു? അബ്രാഹം അനുസരിച്ചു. അബ്രാഹം അനുസരിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമാണ്. അനുസരണം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമാണ്. ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് പറയാം, നീ ഒന്ന് കണ്ണടക്കേ. അനുസരിക്കണം എന്തുകൊണ്ടാ? കണ്ണടച്ച് നേരത്തെ അവൻ ചങ്കിന് കത്തി വെച്ച് കുത്തൂല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. വിശ്വാസം നിന്നെ എനിക്ക് ഞാൻ എന്തുവേണമെങ്കിലും ചെയ്യാം. കണ്ണടയ്ക്കണോ കണ്ണടയ്ക്കാം, കൈ തുറന്നു പിടിക്കണോ തുറന്നു പിടിക്കാം, അടച്ചു പിടിക്കണോ അടച്ചു പിടിക്കാം. വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കും. മർത്തായോട് ഈശോ പറഞ്ഞു, മർത്ത നീ കല്ലുരുട്ടി മാറ്റി. മർത്ത പറഞ്ഞു, 4 ദിവസമായി മണമുണ്ടോ? കർത്താവ് എന്താ പറഞ്ഞേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ എന്ന് പറയുമ്പോ ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? അനുസരിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കല്ലുരുട്ടി നീ മാറ്റി. എന്റെ ദൈവം അബ്രാഹത്തിന്റെ ദൈവമാണ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് എന്റെ കർത്താവ്. എപ്പോഴൊക്കെ നീ അനുസരിക്കുമോ, എപ്പോഴൊക്കെ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നീ കാര്യമായിട്ട് എടുക്കണോ, ദൈവം അങ്ങനെ പറയുക, ഈ കൽപ്പനകളും പ്രമാണങ്ങളും കാത്തു പാലിക്കുന്നവനെ എത്ര തലമുറ വേണമെങ്കിലും ഞാൻ അനുഗ്രഹിച്ചിരിക്കും. അത് തന്നെയാ തമ്പുരാന്റെ വാഗ്ദാനം. ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്. അനുസരിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സാധാരണ പെൺകുട്ടികൾ നമസ്കാരം കേൾക്കാൻ വരുമ്പോ ഞാൻ അവരോട് പറയും, മോളെ സൂക്ഷിച്ചു കണ്ടൊക്കെ ജീവിച്ചോ, വേറെ അച്ഛനൊന്നും പറയാനില്ല, നിന്റെ കാര്യം അല്ലെങ്കിൽ കട്ടപ്പുകയാണ്, സൂക്ഷിച്ചു കണ്ടൊക്കെ ജീവിക്കുക, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കുക, നേരാവണ്ണം കുടുംബ പ്രാർത്ഥന എത്തിക്കുക, വല്ല കാലത്തും വല്ല ദരിദ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കുക. എന്ത് കൊടുക്കുമ്പോഴും ഒരു നിയോഗം വെക്കുക, നിന്റെ കാര്യം കർത്താവ് നോക്കും. പെൺപിള്ളേരോട് വേറെ ഒന്നും കാര്യമായിട്ട് ഞാൻ പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും മതി സ്ത്രീകള്, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷെ പുരുഷന്മാര്, ആൺപിള്ളേര് നമസ്കാരം കേൾക്കാൻ വരുമ്പോ എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ ചോദിക്കും, നിനക്ക് 10 പ്രമാണം അറിയാമോ? ചില മണ്ടന്മാര് ചാടി പറയും, അറിയാച്ചു എന്നാ ചെയ്യും. എവിടെ 3 എണ്ണം 4 എണ്ണം, അത് കഴിയുമ്പോ അവൻ വീഴും. ഞാൻ പറയുമ്പോ ഈ ഇമ്പോസിഷൻ എഴുതി പഠിച്ചിട്ടോ, അല്ലാണ്ട് പരിപാടി ഓടില്ല. മോനെ 10 പ്രമാണങ്ങൾ നീ പഠിക്കണം, തിരുസഭയുടെ കൽപ്പനകൾ നീ അറിയണം. നീ അത്രയും അറിഞ്ഞാൽ മതി. കർത്താവിന്റെ 10 പ്രമാണങ്ങൾ നീ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. എന്നിട്ട് നീ തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടി ചോദിക്കി, നിനക്കൊന്നും ആകാശം നിഷേധിക്കില്ല. തമ്പുരാന്റെ വചനമാണ്. എന്റെ പ്രമാണങ്ങളും എന്റെ കൽപ്പനകളും നീ കാത്ത് ജീവിച്ചാൽ അനുസരണമുള്ളവനായി ഐശ്വര്യം ആസ്വദിക്കും.
ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാ, അനുസരിക്കുക, അനുസരിക്കുക, അനുസരിക്കുക. ആരൊക്കെ അനുസരിച്ചോ അവർക്കൊക്കെ കിട്ടി. ആരെ വേണമെങ്കിലും എടുത്തോ, ആരെ വേണമെങ്കിലും. മറിയം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും, നിന്നിൽ നിന്ന് പിറവി കൊള്ളുന്നവൻ ദൈവപുത്രൻ, പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഓക്കെ, നീ പറയണത് പോലെ സംഭവിക്കട്ടെ. അയാൾ റെഡി. അമ്മ അനുസരിച്ചു. കാനായിലെ കല്യാണം, അവൻ പറയണത് ചെയ്യുക. ജസ്റ്റ് ഡു വാട്ട് ഹി സേസ്. അനുസരിച്ചേച്ചാ മതി, വേറെ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കേണ്ട, അനുസരിച്ചേച്ചാ മതി. മറിയം അങ്ങനെയാ പറയുക. വെള്ളമുണ്ടോ? ഉണ്ട്. ഭരണിയുണ്ടോ? ഉണ്ട്. ഒഴിക്കി. അവറ്റ നിറച്ചൊഴിച്ചെന്നാ പറയണേ. നിറച്ച്. പകുതി ഒഴിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അവറ്റ നിറച്ചൊഴിച്ചു, ഫുൾ. ഭരണി നിറച്ചെന്നാ പറയുക. കർത്താവ് പറഞ്ഞു, എടുത്ത് വിളമ്പുക, വീഞ്ഞ്. അനുസരിച്ചോ, കിട്ടി. കണ്ണുപൊട്ടനെ കണ്ടപ്പോ കർത്താവിന് സങ്കടം. നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവന്റെ കണ്ണില് പൂശിക്കൊണ്ട് പറഞ്ഞു, സീലോഹായിൽ പോയി കഴുക്. അവൻ പോയി കഴുകി, കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. സക്കേവൂസേ, നീ താഴെ ഇറങ്ങ്, എനിക്കിന്ന് നിന്റെ വീട്ടിൽ. അവൻ ഇറങ്ങി, അവൻ കേറി. ആര്? കർത്താവ്. എവിടെ? അവന്റെ വീട്ടിൽ. സക്കേവൂസിനോട് പറഞ്ഞത് സക്കേവൂസ് അനുസരിച്ചപ്പോ കർത്താവ് അവന്റെ വീട്ടിൽ കയറി. ആരൊക്കെ സുവിശേഷത്തിൽ അനുസരിച്ചോ അവർക്കൊക്കെ ദൈവകൃപയുണ്ടായി എന്നാണ് വചനം പറയണത്. വചനം പറയണത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ശമയോനെ, യോഹന്നാന്റെ സുവിശേഷം 20:21, ശമയോനെ വലത്തുവശത്ത് വലയിറക്ക്. പത്രോസ് എന്താ പറഞ്ഞു? കർത്താവേ, രാത്രി മുഴുവനും കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും നീ പറഞ്ഞതല്ലേ, അതുകൊണ്ടൊക്കെ ഞാൻ അനുസരിക്കാം. അവന് ഇഷ്ടം പോലെ കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കണേ. പല വഴിക്ക് കർത്താവ് നമ്മോട് പലതും പറയും. അച്ഛന്മാരിലൂടെ പറയും, ആത്മീയ പിതാക്കന്മാരിലൂടെ പറയും, വചനമുള്ള കൃപയുള്ള മനുഷ്യരിലൂടെ പറയും, അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ പറയും. കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം കൈവരുമെന്ന് നീ ഓർക്കണം. ആ ദൈവത്തിന്റെ പേരാണ് അബ്രാഹത്തിന്റെ ദൈവം. ദൈവം പിന്നീട് അങ്ങോട്ട് ഈ മനുഷ്യനെ അത്രമേൽ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അബ്രാഹം അവനെ അനുസരിച്ചതുകൊണ്ടാണ്. അനുസരിക്കുന്നവരോട് കർത്താവിന് വല്ലാത്ത ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുമ്പോ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആത്മശോധന ചെയ്യണം. എന്റെ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഞാൻ എങ്ങനെയാ പാലിക്കണത്? കർത്താവിന്റെ തിരുവചനത്തിന് എന്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ ഞാൻ എപ്രകാരമാണ് വേദിയൊരുക്കണത്? അൾത്താര എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നതിൽ എനിക്ക് എന്തുമാത്രം താല്പര്യമുണ്ട്? ഈ അവബോധത്തിൽ തമ്പുരാന്റെ മുമ്പിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾപ്പിക്കും, ഉറപ്പ്. അതുകൊണ്ടാ പറയണേ, അനുസരിക്കണമെന്ന്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. കർത്താവിന്റെ വചനം അങ്ങനെ തന്നെയാ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ദൈവത്തിന്റെ പേരെന്താണോ? രണ്ടാമത്തെ പേരെന്താ? ഇസഹാക്കിന്റെ ദൈവം. ആരാ ഇസഹാക്കിന്റെ ദൈവം? ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യസമയത്ത് ഇടപെടുന്ന കർത്താവെന്നാണ്. കൃത്യസമയത്ത്. ഇസഹാക്കിന്റെ ജീവിതം നിങ്ങൾക്കറിയാലോ. ഇസഹാക്കിന്റെ ജീവിതം തലനാരിഴക്കി രക്ഷപ്പെട്ട ഒരു ജീവിതമാണ്. കൃത്യസമയത്താ, അല്ലെ? കൃത്യസമയത്ത് അബ്രാഹത്തിന്റെ കയ്യിലിരിക്കുന്ന കത്തിക്കും അവന്റെ കഴുത്തിനും തമ്മിൽ ദൂരം അത്രമാത്രം ഒന്നും ഉണ്ടായില്ല. ഒരു സെക്കൻഡ് നേരം കൊണ്ടാ മാലാഖ വന്ന് അബ്രാഹത്തിനോട് പറഞ്ഞത്, കൊച്ചനെ കൊല്ലരുത്,
കുഞ്ഞിനെ കൊല്ലരുത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പണ്ട് വേദശ ക്ലാസ്സിൽ കൊച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ടീച്ചറെ, മാലാഖ എങ്ങാനും വൈകിയുണ്ടായി കളി എന്തായാനെ, പണി പാടി. കൊച്ചൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു എന്നാ പറയണേ വേദശ ക്ലാസ്സിൽ ഇരുന്ന്. കേട്ടോ? ആ ടീച്ചർ ക്ലാസ്സിൽ എടുക്കായിരുന്നു. മൂന്നാം ക്ലാസ് വേദശ ക്ലാസ്. പിക്കിരി പിള്ളേരല്ലേ. ടീച്ചർ ഗംഭീരമായിട്ട് കഥ പറയുന്നു. അബ്രാഹത്തിന്റെ ബലി സൂപ്പറായിട്ട് നാടകീയമായിട്ട് ടീച്ചർ അങ്ങോട്ട് അവതരിപ്പിച്ചു. അബ്രാഹം കുഞ്ഞിക്കൊച്ചൻ, നല്ല വെളുത്ത് സുന്ദര കൂട്ടൻ, മനോഹരനാണ് അവൻ. ഒരു ദിവസം അബ്രാഹത്തിനോട്, താടിയുള്ള അപ്പാപ്പനോട് ദൈവം പറഞ്ഞു കൊച്ചനെ കൊല്ലണമെന്ന്. കൊല്ലാന്ന് കേട്ടപ്പോഴേ പതുക്കെ പെൺപിള്ളേര് ചിണുങ്ങാൻ തുടങ്ങി. കൊലപാതകമാണ്, പിള്ളേർക്ക് കരച്ചിൽ വന്നോളൂ. ടീച്ചർ പറഞ്ഞു ആരും ചിണുങ്ങൊന്നും വേണ്ട, കഥ മുഴുവൻ കേട്ടിട്ടൊക്കെ ചിണുങ്ങിയാൽ മതി. ടീച്ചർ കഴിച്ചു. ടീച്ചർ പിന്നെയും കഥ പറഞ്ഞെന്നാ പറയണേ. ഒരു ദിവസം ദൈവം അബ്രാഹത്തിനോട് കൊച്ചനെ കൊല്ലാൻ പറഞ്ഞു. ഇസഹാക്ക് കൊച്ചന് വലുതറിയോ? കൊച്ചൻ എല്ലാ ദിവസത്തെയും പോലെ കാലത്ത് എഴുന്നേറ്റ് പല്ല് തേച്ച് എല്ലാം ചെയ്ത് മിടുക്കനായിട്ട് ഓടിക്കളിക്കണ സമയത്ത് അബ്രാഹം കൊച്ചനെ ഒറ്റ പിടുത്തം അങ്ങോട്ട് പിടിച്ചു. എന്തിനാന്നറിയോ? കൊല്ലാൻ കൊണ്ടുപോവാ. അപ്പോഴേക്കും 2-3 എണ്ണം നിലവിളി തുടങ്ങി. ടീച്ചർ പറഞ്ഞു മിണ്ടണ്ട, എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞാ മതി. ടീച്ചർ പറഞ്ഞു കൊച്ചനെ വളച്ചു പിടിച്ചത്. അന്നത്തെ ഒറ്റ ഓട്ടാണ്. എവിടേക്കാന്നറിയോ? മോറിയ മലയുടെ മോളിലേക്ക്. എന്തിനാന്നറിയോ? കൊല്ലാൻ. അപ്പോഴേക്കും ആമ്പിള്ളേരും പതുക്കെ കരയാൻ തുടങ്ങി. ഇപ്പോഴും ടീച്ചർ പറഞ്ഞു കരയണ്ടെന്ന് പറഞ്ഞില്ലേ, കഥ മുഴുവനും കഴിഞ്ഞിട്ട് കരഞ്ഞാൽ മതി. പിള്ളേർക്കുണ്ടത്, പിള്ളേര് കരച്ചിലാണ്. ടീച്ചർ പറഞ്ഞു അബ്രാഹം കൊച്ചനെയും കൊണ്ട് ഓടി മലയുടെ മുകളിലേക്ക് അങ്ങോട്ട് പോയി മരം കൊണ്ടൊരു ബലിപീഠമൊക്കെ ഉണ്ടാക്കി. കൊച്ചൻ ആട്ടുംകുട്ടി പോലെ ഇരിക്കണ ഇസഹാക്ക്, പാവം, തൊട്ട ചോര പൊടിയണ പോലെ സുന്ദരൻ, മലത്തി അങ്ങോട്ട് കിടത്തി. അപ്പോഴേക്കും ക്ലാസ്സിലെ കരച്ചില് മരിച്ച വീട്ടിലെ കരച്ചിലേക്കാളും ഭയങ്കര ഗംഭീര നിലവിളി. അലമുറയിട്ട പിള്ളേര് 3-ാം ക്ലാസ് അല്ലേ, ഗംഭീര കരച്ചിലാന്നാ പറയണേ. ടീച്ചർ പറഞ്ഞു അബ്രാഹാരേന്ന് കത്തി ഇങ്ങോട്ട് ഊരി.